പ്രിയമുള്ള കർഷകരെ, ഞാനിപ്പോൾ ഒരു ഡൈഞ്ച എന്ന് പറയുന്ന ഒരു കൃഷി രീതിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് പ്രധാനമായും ഭൂമിയിൽ ജൈവവളം കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു സസ്യമാണ്. ഈ സസ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം മഞ്ചേരി ആനക്കയം വള്ളിക്കപ്പറ്റ എന്ന സ്ഥലത്താണ്. ഡൈഞ്ച എന്ന ഒരു കൃഷിയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വയലിൽ കംപ്ലീറ്റ് ഡൈഞ്ച എന്ന കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ജൈവവളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഡൈഞ്ച എന്ന ഒരു സസ്യമാണ്. ഇത് അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് ഭൂമിയിലേക്ക് ആഗിരണം ചെയ്യുന്ന ഒരു വസ്തുവാണ്. പ്രധാനമായും നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ വേനലിൽ ആദ്യത്തിൽ വയൽ ഉഴുതുമറിച്ച് കൂട്ടി അതിൽ വിതറുന്ന ഒരു സംഗതിയാണ് ഡൈഞ്ച. മണൽ കൂട്ടിയാണ് ഇത് വിതറുന്നത്. പ്രധാനമായും ഈ വിത്ത് കിട്ടുന്നത് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഇത് ചെറിയ ഒരു കടികുമണിൻ്റെ അത്ര വലുപ്പമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഡൈഞ്ച പൂത്ത് ഉടനെ തന്നെ ഇത് പൂട്ടിയിട്ട് മണ്ണിൽ ലയിപ്പിക്കുകയാണ്. പൂക്കുന്നതിന് മുമ്പ് പൂത്ത് വരുന്ന സമയത്താണിത് പൂട്ടിയിട്ട് വീണ്ടും മണ്ണിൽ ലയിപ്പിക്കേണ്ടത്. അല്ലാതെ ഇത് ഒരുപാട് വളർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഊർജ്ജം മുഴുവൻ ഈ കായിൽ സംഭരിച്ചിട്ട് നമുക്ക് ഈ ജൈവവളം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇത് പൂത്ത ഉടനെ മണ്ണിൽ വീണ്ടും പൂട്ടിയിടേണ്ടതാണ്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം പൂട്ടണം. ഒന്ന് ഇത് വിതയ്ക്കാൻ വേണ്ടി പൂട്ടണം. രണ്ടാമത് ഇത് പൂത്ത ഉടനെ തന്നെ വീണ്ടും മണ്ണിൽ പൂട്ടി ഇത് മണ്ണിൽ ലയിപ്പിക്കണം. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഡൈഞ്ച കൃഷി ചെയ്യാതെ 1 ഏക്കറിൽ 1 ടൺ കിട്ടുന്ന സ്ഥലത്ത് ഡൈഞ്ച കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ടണ്ണായി വർദ്ധിക്കുന്നതാണ്. ആയതിനാൽ കർഷകർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു സസ്യമാണ് ഡൈഞ്ച. ഇത് പല ഗ്രാമീണരും ഇത് അറിയാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ഏരിയയിൽ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇതിൻ്റെ കായയാണ് ഈ കാണുന്നത്. ഈ കായ വലിയ വലിപ്പം വെക്കും. എന്നിട്ട് അതിൽ നിന്നൊരു കുരുണ്ടാകും. അങ്ങനെയാണ് ഈ ഡൈഞ്ച ഉണ്ടാക്കുന്നത്. ഇത് വലിയ ഹൈറ്റിൽ പോകുന്നതാണ്. ഒരു 3 മീറ്റർ 4 മീറ്റർ ഹൈറ്റിൽ പോകുന്നതാണ്. നല്ല ഒരു ജൈവവള ഉണ്ടാക്കുന്നൊരു യന്ത്രം പോലെ ഇത് പ്രവർത്തിക്കുന്നു. ഇത് പണ്ടൊക്കെ നമ്മുടെ കൃഷിഭവനിൽ സപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ ആരും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഒരു പുളിയുടെ ഇല പോലെയാണ് ഇത് കാണുന്നത്. ഏറ്റവും കൂടുതൽ വളമാതിൻ്റെ വേരിനടിയിൽ സംരക്ഷിക്കപ്പെടുന്നു. ഇത് വളരെ നല്ല ഒരു ജൈവവളക്കൂട്ടാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ നെല്ലിൽ തോല് വെട്ടി ഇടലുണ്ട്. പക്ഷേ ഇപ്പോൾ ആരും തോല് വെട്ടിയിടലില്ല. ആയതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് വളം സ്വന്തം ഉണ്ടാക്കാം എന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഡൈഞ്ച. നമ്മുടെ രാസവളപ്പീടികയിൽ വൻതോതിൽ വില കൊടുത്തിട്ട് നൈട്രജനും മറ്റും കൃഷിയിൽ കൊണ്ടുവരുന്നു. പക്ഷേ ഈ ഡൈഞ്ച കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി വരുമാനമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് അത് ഭൂമിയിലേക്ക് ആഗിരണം ചെയ്യുന്നു. അത് നമുക്ക് നെൽകൃഷി ചെയ്യുന്ന സമയത്ത് ധാരാളം നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ നൈട്രജൻ ആവശ്യമാണ്. അത് ഈ ഡൈഞ്ചയിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് അധിക വരുമാനം ലഭിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു കൃഷി രീതിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കൃഷിഭവൻ മുഖേന ഈ ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്.